വെറും 2 ആഴ്ച മാത്രമുള്ള ഗെയിമിൻ്റെ ബേസിൽ ഈ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള 5 പേരുടെ പേര് പറയുന്നത് ടോപ്പ് 5. എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം, ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് അനീഷിൻ്റെ പേരാണ്. കാരണം ഇവിടെ വേണ്ടത് കണ്ടന്റാണ്. കണ്ടന്റ് ചെയ്യണമെങ്കിൽ അത് 2 കാര്യങ്ങളാണ്. ഒന്ന് സ്ട്രാറ്റജി, 2 മൈൻഡ് ഗെയിം. ഇതിനകത്ത് മൈൻഡ് ഗെയിമിൻ്റെ കാര്യം എനിക്ക് കൂടുതലായിട്ട് പറയാൻ തൽക്കാലം പറ്റുന്നില്ല. പക്ഷേ സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ അനീഷ് പക്കാ വിജയിച്ചിട്ടുണ്ട്. അവിടെ വിജയം കണ്ടിട്ടുണ്ട്. അത്യാവശ്യം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് അനീഷ്. ഞാൻ 2ാം സ്ഥാനം കൊടുക്കുന്നത് ഷാനവാസിനാണ്. അത് ഷാനവാസിൻ്റെ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ മൈൻഡ് ഗെയിമോ മാറ്റി വെച്ചിട്ട് ഒരു BB മെറ്റീരിയൽ ഉണ്ടല്ലോ, എങ്ങനെ കുറച്ച് എൻ്റർടൈൻമെൻറ്റും നാട്ടിൽ നല്ലവനെ നന്മകളെ എന്നൊക്കെ പറയുന്ന ആ ഒരു സെറ്റപ്പ്, എല്ലാവർക്കും ഓടി വരിക, ഒരു കുറച്ച് തമാശ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ലൈറ്റ് സാധനം, ഈ പറഞ്ഞ മെയിൻ സ്ട്രീം ബിഗ് ബോസിലെ വിന്നേഴ്സ് ചെയ്തതിൻ്റെ ഒരു ലൈറ്റ് സാധനം ഷാനവാസിൽ കാണുന്നുണ്ട്. ഞാൻ 3ാം സ്ഥാനം കൊടുക്കുന്നത് അനുമോളിനാണ്. സാധാരണ എല്ലാ ബിഗ് ബോസിലും സ്ത്രീ കഥാപാത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ ശോഭയായാലും അല്ലെങ്കിൽ ജാസ്മിൻ ജാഫർ അല്ലെങ്കിൽ ഓരോരുത്തർ ഉണ്ടല്ലോ, അവരൊക്കെ ക്ലൈമാക്സ് വരെ വന്നിട്ട് നെഗറ്റീവ് അടിച്ചു വിടുവാണ് ഏഷ്യാനെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ബിഗ് ബോസിൽ കണ്ടത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ അനുമോൾ കരയുന്നുണ്ടെങ്കിലും കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, നല്ല ഫാൻ ബേസ് ഉണ്ട്. ആ ഫാൻ ബേസ് പോകുന്നില്ല. സാധാരണ ഒരു സീരിയൽ നടി ഒരുപാട് ആൾക്കാർ, ഒരുപാട് അമ്മമാർ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പം അവർക്ക് നെഗറ്റീവ് അടിച്ച് അവരെ ഇഷ്ടങ്ങൾ കുറയുകയാണ്. ഇവിടെ അങ്ങനെയല്ല, അങ്ങനെ തന്നെ നിലനിർത്താൻ അനുമോൾക്ക് പറ്റുന്നുണ്ട്. ഞാൻ 4ാം സ്ഥാനം കൊടുക്കുന്നത് വേറെ ആർക്കും അല്ല, അപ്പാനി ശരത്തിനാണ്. അപ്പാനി ശരത്ത് അത്യാവശ്യം അഖിൽമാരാർ കോപ്പി അടിച്ചാണ് വന്നേക്കുന്നത്. അതായത് പുള്ളിക്കാരനൊരു മിക്കവാറും ഒരു കറുത്ത കൈലിയൊക്കെ കൊടുത്ത് ഇങ്ങനെ അണ്ടർവെയറൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഇപ്പൊക്കെ നിന്ന് മിക്കവാറും അടിച്ച് നമ്മുടെ ടേബിളിലൊക്കെ അടിച്ച് 2 അഗ്രസീവ്നെസ് കാര്യങ്ങൾ, പിന്നെ ആങ്ങൾ സ്നേഹം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നു. അതായത് ഒരു അഖിൽമാരാറിൻ്റെ കോപ്പി ശ്രമിക്കുന്നു. പക്ഷെ കുറേയൊക്കെ BB മെറ്റീരിയലാണ്, കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ട്. അപ്പാനി ശരത്തും എന്തായാലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം 4ാം സ്ഥാനം. പിന്നെ 5ാം സ്ഥാനം എല്ലാവരും പറയുന്നു ജിസേൽ ഭയങ്കര ഗെയിമറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ജിസേൽ കുഴപ്പമില്ല. ഞാൻ 5ാം സ്ഥാനം ജിസേൽ, അക്ബർ, പിന്നെ അങ്ങനെ ബിന്നി, അങ്ങനെ 3-4-5 പേർക്ക് വീതിച്ചു കൊടുക്കുകയാണ്.